നമ്മുടെ റാപ്പർ വേടനെതിരായ ലഹരി കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഒരു അപ്ഡേഷനിലേക്ക് പോകാം. ഇന്നലെ തന്നെ ഈ വേടന്റെ മാലയിലെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടങ്ങിയിരുന്നു വനം വകുപ്പ്. ഇപ്പോൾ മന്ത്രി A.K. ശശീന്ദ്രന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാണ്. ഈ സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ചത്. പുലിപ്പല്ല് ആരാധകൻ നൽകിയതാണോ എന്നത് കോടതിയിൽ തെളിയിക്കേണ്ട വിഷയമാണ്. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെന്നും വനം മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് നമ്മൾ ആദ്യം. ജാമ്യം ഇല്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടെയുള്ളവർ ചുമത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പം പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നെ അത് സംബന്ധിച്ച് ധരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ നിയമ നടപടികളിൽ പോകും. കോടതിയാണ് അതിൻ്റെ അകത്ത് വരിക. അത് 7 കൊല്ലം വരെ വേണമെങ്കിൽ തടവ് ശിക്ഷ വിധിക്കാവുന്ന വകുപ്പുകളാണുള്ളത്. യെസ്, ഇപ്പോൾ വേടനെ കോടനാട്ടേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്നും സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായിട്ട്. സഹിൻ, ഇന്നലെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അന്വേഷണമാണ്. ഇങ്ങനെ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് ലഹരി പിടിക്കുന്നു. അതിന് പിന്നാലെയാണ് വനം വകുപ്പ് ഈ പുലിപ്പല്ല് കണ്ടെത്തുന്നതും മാലയിലെ പുലിപ്പല്ല് കണ്ടെത്തുന്നതും പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്ത നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതും. ഇപ്പോൾ ഇതിലെ അവസ്ഥ ഏത് രീതിയിലെത്തി നിൽക്കുന്നു? വനം മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും കടുത്ത നടപടിയുമായി വകുപ്പ് മുന്നോട്ട് പോകും അല്ലേ? തീർച്ചയായിട്ടും ചെയ്തു. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പായിരുന്നു ഇന്നലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരുന്നത്, അല്ലെങ്കിൽ അത് അനുസരിച്ചായിരുന്നു കേസെടുത്തിരുന്നത്. മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. ഇന്നലെ തൃപ്പൂണിത്തുറ പോലീസിന്റെ പിടിയിലായ സമയത്ത് വേടന്റെ കഴുത്തിൽ ഒരു മാല കാണുകയും അതിലൊരു പുലിപ്പല്ല് കാണുകയും ചെയ്തു. ഇതേ തുടർന്നാണ് തൃപ്പൂണിത്തുറ പോലീസ് ഇക്കാര്യം വനംവകുപ്പിനെ അറിയിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തുകയും പിന്നീട് ഈ പുലിപ്പല്ല് അത് ശരിയായ പുലിപ്പല്ലാണെന്ന് കണ്ടെത്തുകയും ഇതേ തുടർന്ന് വേടനെ ചോദ്യം ചെയ്യുകയും ഉണ്ടായിരുന്നു. ആദ്യം വേടൻ പറഞ്ഞത് ഈ പുലിപ്പല്ല് താൻ കൊണ്ടുവന്നത് തായ്ലൻഡിൽ നിന്ന് ആണെന്നായിരുന്നു. പിന്നീടാണ് ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ആരാധകൻ നൽകിയതാണെന്ന സത്യം വേടൻ പറയുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നമ്മളിപ്പോഴുള്ള കോടനാട് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും വേടനെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് നീങ്ങുക. സേതു. ശരി സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. റാപ്പർ വേടന്റെ മാലയിലെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ, നടപടികൾ അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന വനം മന്ത്രിയുടെ വാക്കുകൾ, മറ്റ് നടപടികൾ വിശദീകരിക്കുകയായിരുന്നു സഹിൻ ആന്റണി.